ഇന്ത്യയുടെ ഏറെ അഭിമാനം ഉയർത്തിയ ഒരു റിപ്പോർട്ടിലേക്കാണ്. ഇന്ത്യയുടെ പുനരുപയോഗ ബഹിരാകാശ വിക്ഷേപണ പേടകമായ പുഷ്പകിന്റെ 3ാം ലാൻഡിംഗ് പരീക്ഷണവും വിജയകരം. കർണാടകയിലെ ചിത്രദുർഗയിലുള്ള എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിലാണ് പരീക്ഷണ ലാൻഡിംഗ് പൂർത്തീകരിച്ചത്. പ്രതികൂല കാലാവസ്ഥയിൽ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലായിരുന്നു പരീക്ഷണം. അമേരിക്കയുടെ സ്പേസ് ഷട്ടിലിന് സമാനമായ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളാണ് ISRO വികസിപ്പിച്ച പുഷ്പക്. ഇതിന്റെ ആദ്യ ലാൻഡിംഗ് പരീക്ഷണം കഴിഞ്ഞ വർഷവും 2ാം ഘട്ടം കഴിഞ്ഞ മാർച്ച് 22-നും വിജയകരമായി പൂർത്തീകരിച്ചിരുന്നു. 3ാം ഘട്ട പരീക്ഷണത്തിൽ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ 4.5 കിലോമീറ്റർ ഉയരത്തിൽ എത്തിയതിനു ശേഷമാണ് പുഷ്പകിനെ വേർപെടുത്തിയത്. തുടർന്ന് പേടകം സ്വയം നിയന്ത്രണം കൈവരിച്ച് റൺവേയിൽ ലാൻഡ് ചെയ്തു. ബഹിരാകാശത്തെത്തിയാൽ 1 മാസം പറന്നു നടന്ന് പരീക്ഷണങ്ങൾ നടത്താനും സ്വയം ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങാനുമുള്ള സാങ്കേതിക വിദ്യയാണ് RLVയുടെ പ്രത്യേകത. ഭ്രമണപഥത്തിലെത്തിച്ച് തിരിച്ചിറക്കുന്ന നിർണായക പരീക്ഷണമാണ് ഇനി അവശേഷിക്കുന്നത്. അതുകൂടി പൂർത്തീകരിച്ചാൽ പ്രവർത്തനക്ഷമമായ സ്പേസ് പ്ലെയിനുകളുള്ള അമേരിക്കയ്ക്കും ചൈനയ്ക്കുമൊപ്പം പട്ടികയിൽ ഇന്ത്യയും എത്തും. 24 ബംഗളൂരു.